എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. 5 മണി അലാം കേട്ട് ഞാൻ എഴുന്നേറ്റിട്ട് എൻ്റെ റൂമിൽ ആ ഒരു വിൻഡോ, പടിഞ്ഞാറ് സൈഡിലുള്ള വിൻഡോ തുറന്നു. അപ്പോൾ പടിഞ്ഞാറ് സൈഡിൽ നേവിക്കാരുടെ ആ ഒരു ഫ്ലാറ്റിൻ്റെ ലൈറ്റുകളാണ് ആ കാണുന്നത് കേട്ടോ. ചേച്ചി എന്തേ? കുഞ്ഞിലെ ചേച്ചി എന്തേ? ചേച്ചി വിളിക്കണോ നിന്നെ? മടുത്തോടത്ത് നിൽക്കണേ. ചേച്ചി ഇപ്പം പോയിട്ട് വൈകുന്നേരം വരും കേട്ടപ്പാ. ചേച്ചി പോയിട്ടും വരും, കാത്തിരിക്കും. അവിടെ ഇവിടേക്ക് ഇരുന്ന് നോക്കാൻ തുടങ്ങും. പിന്നെ വന്നണ്ട കുറച്ചേരം ഇവിടെ കിടന്ന് നോക്കും, പിന്നെ കുറച്ചേരം അവിടെ പോയി കിടന്ന് നോക്കും കൊച്ചി. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ്. സാറ്റിനക്ക് ജോലിക്ക് പോകണം, ചൊവ്വയും ബുധനും. അപ്പം ഞാൻ ഈ ടിഫിൻ ബോക്സ് സാറ്റിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ അകത്ത് ഫുഡാക്കിയിട്ട് തരട്ടേന്ന്. പക്ഷേ ഇത് നമ്മളുടെ ഈ ക്യാരി ബാഗിനകത്ത് ആക്കിയിട്ട് എന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, സാറ്റിൻ്റെ ബാഗിലൊന്നും ഒതുങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 2 ബാഗ് സ്കൂളിൽ കുട്ടികൾ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകേണ്ടി വരും. പിന്നെ ആ സാറ്റിനൊക്കെ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓഫീസിൽ ഭക്ഷണം ചൂടാക്കി കഴിക്കാനുള്ള പാത്രങ്ങളും ഓവണും എല്ലാം അവിടെ ഉള്ളതുകൊണ്ട് എത്ര ഫുഡ് തണുത്താലും അവിടെ പാത്രത്തിൽ അവർ ചൂടാക്കി എടുത്തിട്ട് വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം. അപ്പോൾ പിന്നെ ഈ പാത്രത്തിൻ്റെ ഉപയോഗമില്ല. എങ്കിലും ഞാൻ സാറ്റിനെ കൊച്ചിനെ ഒന്ന് കാണിച്ചു കൊടുത്താണ്, വേണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചൂടാക്കാനുള്ള സൗകര്യമില്ല, എന്നാൽ ചൂട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു പാത്രം വളരെ യൂസ്ഫുള്ളാണ്. കാറിൽ ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസിലാണെന്നുണ്ടെങ്കിലും ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് വെച്ചിട്ട് ചൂടാക്കി ഭക്ഷണം ചൂടായിട്ട് കഴിക്കാം. അപ്പോൾ ഇന്ന് സാറ്റിനൊക്കെ ഞാൻ ബിരിയാണിയാണല്ലോ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഉണ്ടാക്കിയില്ല ബിരിയാണി, വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫോയിൽ കവറിനകത്താക്കിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് പ്ലേറ്റുകളുണ്ട്, പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റിയിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കി കഴിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് റിച്ചാർഡ് സാറിനെ കൊണ്ട് ആക്കിയിട്ട് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കഴിക്കാൻ വേണ്ടതെന്ന് വെച്ചപ്പോൾ നൂഡിൽസ് മതി മമ്മി എന്ന് പറഞ്ഞാൽ അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്ത്. ഇപ്പോൾ സാറിൻ്റെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ 10 മണിയൊക്കെ ആകുമ്പോഴായിരിക്കുള്ളൂ വന്ന് കഴിക്കണം. പക്ഷേ സാറിനെ രാവിലെ തന്നെ കൊണ്ടുപോയി 7 മണിക്ക് ആക്കണമല്ല. അപ്പോൾ റിച്ചാർഡ് 7:30 ഭക്ഷണം കൊടുത്താലും കഴിച്ചോളും, കാരണം അത് കഴിഞ്ഞ് നേരെ മുകളിലേക്ക് പോയിട്ട് ഇരുന്നിട്ട് പഠിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വേഗം നൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ട് നൂഡിൽസ് കഴിച്ചിട്ട് പോയത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് വൈകുന്നേരം സാറിന് വരുമ്പോഴത്തേക്ക് ഒരു ഇത്തിരി സുഖിയൻ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അത്രയും ഇഷ്ടമാണ് ആൾക്ക്. പിന്നെയാണെങ്കിൽ പപ്പക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവരുടെ ഇഷ്ടം കാണുമ്പോൾ ഞാനും ഒക്കെ 1-2 കഴിച്ചു തുടങ്ങിയിട്ടാണ്. നേരത്തെയൊക്കെ സുഖിയനൊന്നും ഞാൻ കഴിക്കുകയില്ലായിരുന്നു. അപ്പോൾ നമ്മളുടെ കൂടെയുള്ളവരിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ നമ്മളും കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച് അന്ന് ഞാൻ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിട്ട് എനിക്കും തോന്നി കേട്ടോ. അങ്ങനെ ഏതായാലും 1 കപ്പ് ചെറുപയർ ഇത്തിരി ഉപ്പും കൂടി ചെറിയൊരു ഉപ്പ് കേട്ടോ ചേർത്തിട്ട് വേവിക്കാൻ വെച്ച്. അപ്പോൾ ഇന്ന് എനിക്കൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നു ചെറുപയറിൽ ഒഴിച്ചത്. കഴിഞ്ഞ തവണ ചെറുപയറിൽ വെള്ളം ഒഴിച്ചത് കുറഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം വറ്റി അടിവശത്ത് ഇത്തിരി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ശർക്കരയും തേങ്ങയും മാത്രം ഇട്ടിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് അത് ഉണ്ട പിടിച്ച് വെക്കാൻ സാധിച്ചു. പക്ഷേ അടിവശത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇത്തിരി കൂടുതൽ വെള്ളം വെച്ചത്. പിന്നെ അപ്പുറത്തെ കുക്കറിൽ വെച്ചേക്കുന്നത് കഞ്ഞിയാണ്. ഇന്നിപ്പോൾ പറയത്തക്ക കറികളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് പപ്പക്ക് തേങ്ങയിട്ട കഞ്ഞി നല്ല ഇഷ്ടമാണ്. പപ്പക്കാണെങ്കിൽ ഇപ്പോൾ ഒരു പല്ല് ഫ്രണ്ടിലെ താഴത്തെ ഫ്രണ്ടിലെ പല്ല് ചെറിയൊരു പെയിനായിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിൽ ടച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ല വേദനയുണ്ട്. അപ്പോൾ ഏതായാലും ഈ കഞ്ഞി സമയത്ത് കൊടുത്താൽ നല്ലതാണല്ലോ എന്ന് ചോദിച്ചാൽ പപ്പയുടെ അടുത്ത് ചോദിച്ച് കഞ്ഞി വെച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പപ്പ ഇന്ന് പള്ളി പോണ ദിവസമാണല്ലോ, ചൊവ്വാഴ്ചയിൽ. അപ്പോൾ പറഞ്ഞ് കഞ്ഞി മതി, തേങ്ങയിട്ട് കഞ്ഞി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു എളുപ്പപ്പണിയാണ് ഈ ചെയ്യണത്. അപ്പോൾ ഒരു കുക്കറിൽ കഞ്ഞി വെച്ചിട്ടുണ്ട്, ഒരു കുക്കറിൽ പയറും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ അടിച്ചു വാരി തുടക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ആ ഒരു സ്പ്രേ ചെയ്ത് തുടക്കണം, മോപ്പെടുത്ത് തുടക്കും. അപ്പോൾ ആ ഒരു മോപ്പ് വെച്ച് തുടക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ക്ലീനായിട്ട് റൂം അടിച്ച് വാരണം. അല്ലെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ തുടച്ച് വരുമ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ അതിങ്ങനെ കട്ട പോലെ ആയിട്ട് ആ റൂബിയുടെ രോമൊക്കെ ഉണ്ടാവില്ല, അതിങ്ങനെ ചേർന്ന് ഒരു കട്ട പോലെയൊക്കെ വല്ലയിടത്തും പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അടിച്ചിട്ട് വേണം തുടക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ അടിച്ച് വാരണേന് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചൂല് എവിടെ നിന്ന് മേടിച്ചതെന്നൊക്കെ ഇത് കാണുമ്പോൾ ഓരോരുത്തർ ചോദിക്കും. ഇത് നമ്മൾ വൈപ്പിലൊന്ന് ഫർണിച്ചർ എടുക്കാൻ പോയ ആ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ.
അല്ലാതെ ഓൺലൈനിൽ നിന്നും മേടിച്ചതല്ല. ഇത്രയും വിശറി പോലെ ഇരിക്കുന്ന ഒരു ചൂല് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലത്തെ ഒരുപാട് ചൂലുകൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്, ഞാൻ മേടിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത്രയും വീതിയിലുള്ള ഒരു ചൂല് ആദ്യമായിട്ടാണ് കാണുന്നത്. അന്ന് ഞാൻ അവിടുന്ന് 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വീതി കണ്ടു കഴിഞ്ഞതുകൊണ്ട് 2 എണ്ണം മേടിച്ച്. കാരണം ഇതുപോലത്തത് ഇനി ഇവിടെ കിട്ടൂല, മേടിക്കണമെങ്കിൽ അവിടെ പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിന്ന് ഇങ്ങനെ പൊടി പോലെ വീഴുക എന്നൊക്കെ ഒരു സംശയം. അങ്ങനത്തെ പൊടിയൊന്നും വീഴൂല. പിന്നെ ഇടയ്ക്ക് അതിൻ്റെ പുല്ല് ചിലത് നമ്മളുടെ ഉപയോഗം പോലെ സൂക്ഷിച്ചുപയോഗിച്ചിട്ടും ഒടിഞ്ഞു പോകും. അത് സൂക്ഷിച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകുമൊന്നുമില്ല. എല്ലാം നല്ല സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്പ്രേ മോപ്പ് കൊണ്ടുവന്നിട്ട് വേഗം ഒന്ന് തുടച്ചിട്ട്, ഡെയിലി തുടക്കുന്ന സ്ഥലത്ത് ഈ സ്പ്രേ മോപ്പ് ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കുക. അധികം അഴുക്ക് ഉള്ള സ്ഥലത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പാഡ് ഊരി കഴുകിയിട്ട് വെച്ചിട്ട് വീണ്ടും തുടക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ ഒരൊറ്റ തുടക്കലിന് ഏറ്റവും അവസാനമാണ് പാഡ് കഴുകുന്നത് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ തുടച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇന്ന് ഏതായാലും ഉച്ചയ്ക്ക് കഞ്ഞിയാണ്. റിച്ചാർഡിന് ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി ഇരിക്കുന്നുണ്ട്. അപ്പോൾ റിച്ചാൻ്റെ കാര്യം സമാധാനമുണ്ട്. അപ്പോൾ ഏതായാലും കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി വെക്കുക. സാറ്റിനെ കുറിച്ച് ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ ഡിന്നറിന് രാത്രി ആകുമ്പോഴത്തേക്കും ഇത്തിരി ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ അതിനെ കൂടി ഇപ്പോൾ ഒരു കറി മേടിച്ചിട്ടായാലും കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കറി ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് കുറച്ച് ചപ്പാത്തിക്കുള്ള മാവ് ഞാനിതവിടെ കുഴച്ച് വെച്ച് ഒന്ന് സോഫ്റ്റായിട്ട് ആ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി വെക്കാം. അതായത് ഇന്നിനി ചോറ് വെക്കാനുള്ള ഉദ്ദേശം എനിക്കില്ല, അതുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ കഞ്ഞിയല്ലേ വെച്ചേക്കണം. ഇത്തിരി ചോറ്, പഴയ ചോറ് ചൂടാക്കിയിടം വെച്ചിട്ടുണ്ട്. ഇനി ചോറ് വേണം എന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ അതെടുക്കാം. അപ്പോൾ നമ്മുടെ പയർ തുറന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. പയർ വെള്ളത്തിൽ കിടക്കണേണ്. പക്ഷേ അത് ഊറ്റി കളയാനും പറ്റാത്ത രീതിയിലുള്ള ഒരു വെള്ളമായിരുന്നു. അങ്ങനെ ഞാൻ പയർ ഉടച്ചപ്പോഴത്തേക്ക് ഇത് കഞ്ഞി പോലെ ആയിപ്പോയല്ല എന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് റവ കൂടി ചേർത്ത് കൊടുത്തിട്ട് തേങ്ങയും ശർക്കരയും കൂടി ഇട്ടിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അവസാനം ഞാൻ തേങ്ങയും ശർക്കരയും എല്ലാം ചേർത്ത് റവയും ചേർത്ത് കഴിഞ്ഞിട്ടും ഒരു രക്ഷയും കിട്ടിയില്ല. ഇത് നല്ല ലൂസായിട്ട് തന്നെ ഇരുന്നേച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു അന്ന് പിന്നെ അടപ്പത്ത് വെച്ച് ഒന്നുകൂടി ഒന്ന് പതിയെ ചെറിയ തീയിൽ വറ്റിച്ചെടുക്കാം എന്ന് വിചാരിച്ച്. എന്നിട്ടും കാര്യം ശരിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇല്ലേ, ഈ ശർക്കര നമുക്കിങ്ങനെ ചീവിടണമെന്നുണ്ടെങ്കിൽ ശർക്കര മണ്ണ് കടിക്കാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചീവിടാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ കൊഴുക്കട്ട ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ഈ ശർക്കര ഞാൻ നമ്മളെന്തായാലും ഇത് അരിച്ചെടുക്കുള്ളൂ, വെള്ളമൊഴിച്ച് തിളപ്പിച്ചിട്ട് അരിച്ചെടുത്ത്. അപ്പോഴേക്കും ഒരു മൺതരി പോലും അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ശർക്കരക്ക് അഴുക്കില്ല, മണ്ണില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കിയാൽ മണ്ണ് കടിച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ മണ്ണുള്ള ശർക്കര ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാനേ പറ്റൂല, മണ്ണ് ഭയങ്കരമായിട്ട് കടിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 2ാമത്തെ പ്രാവശ്യമുള്ള ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ ഞാൻ ചീവിയിട്ടിട്ടുണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും മണ്ണൊന്നും കടിക്കാത്ത നല്ല ഉണ്ട തന്നെയായിരുന്നു. അപ്പോൾ ആ ധൈര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ ശർക്കര ചീവിയിടണത്. അപ്പോൾ നമ്മുടെ പണി കുറയും. പിന്നെ കൂടുതൽ വെള്ളത്തിലേക്കാകില്ല. ഇതിങ്ങനെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കാൻ വേണ്ടി, എന്താ ഇതിനെ പറഞ്ഞത്, വരട്ടി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ശർക്കര പാനി എന്ന് പറയുമ്പോഴത്തേക്ക് അത് വറ്റി വരണ വരെ വരട്ടിയെടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന നേരത്ത് ഞാൻ ആ ചെറിയ ബർണറിൻ്റെ അത് ഓൺ ചെയ്ത് ചെറിയതായിട്ട് ഒന്ന് ഫ്ലെയിം ഇട്ടിട്ട് അത് വെച്ചിട്ടുണ്ട്. പയറൊന്നും കൂടിയിട്ട് വെള്ളം വറ്റിട്ടെന്ന് വെച്ച്. കാര്യമായിട്ട് വെള്ളമൊന്നും വറ്റി വന്നില്ല. എങ്കിലും പയറല്ലേ, വൈകുന്നേരത്തോട് കൂടിയിട്ടത് ഇത്തിരിയും കൂടി കട്ടിയാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഇത് വെള്ളം പോലെ ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ടൈം കൊടുത്ത് സാറ്റിന വരണ ആ ഒരു സമയം വരെ നോക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇന്നാണെങ്കിൽ റിച്ചാർഡ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, മമ്മി സാറ്റിന് ഇത്തിരി നേരത്തെയാണ് ഇറങ്ങണേ, 2:30 മണിക്ക് ഇറങ്ങും. കാരണം അവിടെയൊക്കെ ഭയങ്കര മഴയാണ്, കാക്കനാട് സൈഡൊക്കെ ഭയങ്കര മഴയാണ്. നമ്മുടെ ഇവിടെ മഴ പെയ്തല്ല. അപ്പോൾ നല്ല മഴ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ വരവ് ബുദ്ധിമുട്ടായി പോകും. നേരം വൈകും തോറും വരവ് ബുദ്ധിമുട്ടായതുകൊണ്ട് 2:30ക്ക് ഇറങ്ങണേണ്. പക്ഷെ അവരുടെ ജോലി ബാക്കി വീട്ടിൽ വന്നിരുന്നിട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനേതായാലും നമ്മുടെ ഉച്ചക്കുള്ള ഭക്ഷണത്തിൻ്റെ മുമ്പ് തന്നെ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ്. അപ്പം ഞാനിന്ന് കഴിച്ചത് ചപ്പാത്തി ആയിരുന്നു. എനിക്ക് കഞ്ഞി കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പപ്പയ്ക്ക് വേണ്ടി മാത്രം കഞ്ഞി എടുത്ത് വെച്ചത് കേട്ടോ. വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പപ്പയ്ക്ക് തേങ്ങയൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ അവിടെ നിന്ന് ഒരെണ്ണം കഴിച്ച്. പിന്നെ കുറച്ച് ബീഫിൻ്റെ കറി ബാക്കി ഫ്രിഡ്ജിലുണ്ട്. അത് കൂട്ടിയിട്ട് ഞാൻ വളരെ കുറച്ചിട്ടാണ്, 1 സ്പൂൺ വല്ലതും ഉണ്ടാവുള്ളൂ, അത് കൂട്ടിയിട്ട് ഞാൻ ചപ്പാത്തി കഴിച്ചിട്ട് എനിക്കൊന്ന് തൊട്ട് കൂട്ടി കഴിച്ചാൽ മതി, ഒരുപാട് കറിയുടെ ആവശ്യമില്ല. അങ്ങനെ ഞാൻ ചപ്പാത്തി ഇവരുടെ കൂടെയും ഇരുന്ന് കഴിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിച്ചാർഡ് ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പോൾ
റിച്ചാർഡ് പറഞ്ഞത്, മമ്മി ഇവിടെ കഞ്ഞി ആയിരുന്നെങ്കിൽ എനിക്ക് കഞ്ഞി തന്നാൽ പോരായിരുന്നില്ലേ എന്നാണ് ചോദിച്ചത്. അതവൻ കളിയാക്കണേണ്. അപ്പോൾ ഞാൻ വെറുതെ കഞ്ഞിയുണ്ട് നീ കുടിച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ അയ്യോ ഇപ്പം വേണ്ട ഇനി പിന്നെ മതി എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ റിച്ചാർഡ് ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് പിന്നെ അതേ സാറ്റിനെ കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടാ. അപ്പോൾ എത്തുന്നതിന് മുൻപായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ വേഗം ചായക്കുള്ള കാര്യങ്ങൾ പാലൊക്കെ എടുത്ത് പുറത്ത് വെച്ച് പിന്നെ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ആണെങ്കിൽ 1/2 കപ്പ് അരിപ്പൊടി, പത്തിരിയുടെ അരിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത്തിരി ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അതൊന്ന് ഇത്തിരി തിക്ക് ആയിട്ടൊന്ന് കുഴച്ചെടുത്ത്. ആദ്യം കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററിൽ മുക്കിയിട്ടാണ് ഒരു 4 ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി അത് ഇത്തിരി കൂടി ലൂസാക്കണം. അങ്ങനെ വീണ്ടും കുറച്ചും കൂടി വെള്ളമൊക്കെ ഇട്ട് ലൂസാക്കിയിട്ട് രണ്ടാമത്തെ സെറ്റ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ്. ഏതായാലും ഇതിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അതങ്ങോട്ട് വിട്ടു പോകും, അത്രയും സോഫ്റ്റായിട്ടാണ് പിടിച്ചെടുക്കണത്. പക്ഷേ എങ്കിലും ഒരു വിധത്തിൽ ചെയ്തെടുത്തിട്ടാണ്. പക്ഷെ നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ, നമുക്കിഷ്ടമില്ലാത്തൊരു സാധനം നമ്മളുടെ വീട്ടിലൊരാൾ ഇഷ്ടപ്പെട്ടിങ്ങനെ കഴിക്കണത് കാണുമ്പോൾ നമുക്ക് അത് കഴിക്കാനായിട്ടുള്ള ഒരു തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് ഡ്രസ്സ് എടുക്കണത് നിങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഡ്രസ്സ് എടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ കടയിൽ പോയിട്ടൊക്കെ എടുക്കണത്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാരണം നമ്മുടെ സാറ്റിനെ കൊച്ചിന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നും എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല. എപ്പോഴും കടയിൽ പോയി അതെല്ലാം പിടിച്ച് നോക്കി അതിൻ്റെ സ്റ്റഫ് നോക്കി എല്ലാം ഇട്ടൊക്കെ നോക്കിയിട്ട് എടുക്കണം ാണ് ഇഷ്ടം. ഇപ്പോൾ സാറ്റിനെ കൊച്ച് അത് ചെയ്യണ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും അതുപോലെ കടയിൽ പോയി എടുക്കണം എന്നൊരു തോന്നലാണ് മനസ്സിൽ. നേരത്തെ എനിക്ക് ഭയങ്കര മടിയാണ് കടയിൽ പോയി എടുക്കുന്നത്. കാരണം ഇട്ടൊക്കെ നോക്കി എടുക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാവുന്നത്. പിന്നെ ആണെങ്കിൽ വിലയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുന്നതിൻ്റെ ഇരട്ടി വിലയാണ് പുറത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനങ്ങനെ മേടിക്കാറില്ല. ഇപ്പോൾ ഇത് എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വില കൂടിയാലും കുഴപ്പമില്ല, ഇട്ട് നോക്കിയാലും കുഴപ്പമില്ല, കടയിൽ പോയി മേടിക്കാം. ഒന്നാമത് സാറ്റിനെയും കൂടി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. സാറ്റിനാണെങ്കിലും നമ്മളുടെ ഡ്രസ്സൊക്കെ നോക്കി അന്വേഷിച്ച് കണ്ടുപിടിച്ചൊക്കെ കൊണ്ടുവന്ന് തരും. ഇതിട്ട് നോക്കുമ്പോൾ ഇത് നല്ലതാണ് അത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് തരുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനിരുന്ന്, പക്ഷേ സാറ്റിനെ കൊച്ചിന് ചായ കുടിക്കാനാ ഈ സ്നാക്ക് എടുത്ത് കഴിക്കാനാ ഒന്നും സാധിക്കാത്ത രീതിയിൽ തിരക്കിട്ട വർക്കാണ് കേട്ടോ. മുഖമൊക്കെ ആകെ വിഷമിച്ച പോലെ എനിക്ക് തോന്നി. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് എല്ലാവരും ഈ ഒരു സമയത്ത് വർക്കിൻ്റെ ടെൻഷനാണ് എല്ലാവരുടെയും മുഖത്തുണ്ടാകുന്നത്. ഈ ഒരു സെപ്റ്റംബർ വരെയുള്ള സമയം ഇവരുടെ കണക്കെടുപ്പ് സമയമാണ് US-ൻ്റെ. അപ്പോൾ അതിൻ്റേതായ തിരക്കുകളും ടെൻഷനുകളും എല്ലാമായിട്ടാണ് ഈ കുട്ടികൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് സാറ്റിനെ കൊച്ച് ചായയും പലഹാരമൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് ഇത്തിരി തുണി വിരിക്കാനുണ്ടായിരുന്നു. അതുമൊക്കെ ഞാൻ പോയിട്ടൊന്ന് വിരിച്ചിട്ട് വളരെ സങ്കടം വരുന്നുണ്ട്. ടയേർഡായിട്ടിരിക്കണേ വല്ലാണ്ട്. 24 മണിക്കൂർ വർക്ക് കഴിഞ്ഞ് വന്നേക്കണേണ് ഉറങ്ങാതെ അല്ലേ. അതിൻ്റെ ക്ഷീണം വളരെ നന്നായി കാണുന്നുണ്ട്. ദൈവമേ, പിള്ളേരൊക്കെ പണിയെടുക്കുക. അപ്പോൾ റയനും റോജറും ഒക്കെ വിളിച്ചത് ബുധനാഴ്ചയായിരുന്നു. അത് ഞാൻ ഈ കൂട്ടത്തിൽ ഇട്ടെന്ന് മാത്രം കേട്ടോ. വീഡിയോക്ക് ലെങ്ത് ഒട്ടുമില്ലല്ലോ, അതുകൊണ്ട് ഇതുകൂടി ചേർത്തതാണ്. അപ്പോൾ റയൻ എന്നെ വിളിച്ച് അധികം നേരം സംസാരിച്ച് അതിനുശേഷം വൈകുന്നേരം ഞാൻ നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റോജറിൻ്റെ കോൾ എനിക്ക് വന്ന്. പിന്നെ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നടന്നുകൊണ്ട് എന്നെ സംസാരിച്ച് അങ്ങനെ ഒരു 2 കിലോമീറ്ററോളം അവനെ കൂടി നടന്ന് സംസാരിച്ച് പിന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് അവൻ ഫോൺ വെച്ചിട്ടില്ല. അപ്പോൾ 2 കുട്ടികളെയും നിങ്ങൾ കണ്ടല്ലോ, 2 പേരും കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. പണിയുണ്ട്, പണിയുടെ ഭാരമുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കുണ്ടായിരുന്നുകൊണ്ട് 12 മണിയായി കിടന്നപ്പോഴേട്ടാ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്